ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. മാർക്കറ്റിൽ ഇന്നലെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു വ്യൂ ഒരു സൈഡ് വെച്ച് മാർക്കറ്റ് ആവുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല 24,500 താഴെ മാർക്കറ്റ് വരും എന്നുള്ളതോ അതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുള്ളതൊക്കെ. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു റാലി ടോട്ടലി എന്ത് ചെയ്തു, ഒരു 70-80% മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, താഴെ വന്നിട്ടുണ്ട്. ഒരു ഷാർപ്പ് മൊമെൻറ്റത്തിന് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇന്നലെ ഇന്നും കൂടെ ആയിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ 24,600 ഈ ഒരു ലെവൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റെസ്പെക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. ഇതിന് മുകളിൽ മാർക്കറ്റ് ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ എന്തായിരുന്നു, പോസിറ്റീവിനായിരുന്നു. അതിനുശേഷം 24,500 എന്നുള്ള ലെവൽ, 24,500, 510 എന്നുള്ള ലെവൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ഇതിന് മുമ്പത്തെ ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയാണ്. അപ്പോൾ ആ ഒരു ലെവലിനെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അവിടെയും മാർക്കറ്റ് എന്ത് ചെയ്തില്ല, നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഒരു കോൾസെറ്റ് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അവിടുന്ന് മാർക്കറ്റ് ചെയ്തില്ല, അതിനെ റെസ്പെക്ട് ചെയ്തില്ല, മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡ് വന്നു എന്നുള്ളതാണ്. ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റ് കുറച്ച് സമയം, ഫസ്റ്റ് 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു 2 ക്യാൻഡിന് ശേഷം ഒരു കണ്ടിന്യൂഷൻ തന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഈ ഒരു ഏരിയക്ക് മാർക്കറ്റ് എത്തിയപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് കയറും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് കയറിയ ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ കിട്ടുന്ന സമയത്ത് ഏത് സൈഡ് കാണിച്ചാൽ ആ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ളതും നമ്മൾ ലൈവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തില്ല, മാർക്കറ്റിൽ ഫാള് സ്പീഡിലായതുകൊണ്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം മാർക്കറ്റ് അടുത്ത സപ്പോർട്ടിൽ വന്നു, സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി, അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല, വീണ്ടും എന്ത് ചെയ്തു, താഴെ വന്നു. ഇങ്ങനെ മാർക്കറ്റ് ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്ത് അതിൽ പ്യൂർലി പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പ്രൈസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ട്രേഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നാളേക്കുള്ള മാർക്കറ്റ് ആണെങ്കിലും ഇപ്പോൾ നിൽക്കുന്ന ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാർക്കറ്റ് വീണ്ടും താഴെ വരാം. 24,000 എന്നുള്ള ലെവൽ, അത് മിനിഞ്ഞാന്നുണ്ടാക്കിയ ലോ വരെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഡൗൺ സൈഡ് ട്രേഡിൽ ഫോക്കസ് ചെയ്യായിരിക്കും നല്ലത്. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താലും ഗ്യാപ്പ് ഡൗണിലാണെങ്കിലും ഫോക്കസ് താഴേക്കായിരിക്കും. ഇൻ കേസ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ 24,500 അല്ലെങ്കിൽ 450 ലെവലിലൊക്കെ മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ക്ലോസിങ് തന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ മേലേക്കുള്ള ട്രേഡുകൾ അല്ലെങ്കിൽ 24,500, 600 എന്നുള്ള ലെവലുകൾ ടാർഗറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗ്യാപ്പിലാണെങ്കിൽ മിക്കവാറും നമ്മൾ എന്ത് ചെയ്യും, നാളേക്കുള്ള ട്രേഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുള്ള എക്സ്പെക്ടേഷനിൽ ട്രേഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ട്രേഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ഇന്നലെയും ഇന്നും കാര്യമായിട്ട് ട്രേഡുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ ഇത്ര തന്നെ മൂവ്മെൻറ്റ് നിഫ്റ്റി പിന്നെ തന്നാൽ പോലും പക്ഷേ ലാസ്റ്റ് വെച്ചിട്ടൊന്നും ഉണ്ടായില്ല, കാര്യമായിട്ട് മൂവ്മെൻറ്റ് ഒന്നും അല്ല. ഒരു 1.5 ശേഷം ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാതെ സൈഡ് വെച്ചാൽ തീരുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഹാഫിലാണ് എന്ത് ചെയ്തത്, മാർക്കറ്റ് കാര്യമായിട്ട് വോളറ്റിലിറ്റി കാണിച്ചത്. ഫസ്റ്റ് ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം മാറി റിക്കവർ ചെയ്ത് വീണ്ടും സപ്പോർട്ടിലെത്തി, റെസിസ്റ്റൻസിലെത്തി, അവിടെ ഷാർപ്പായിട്ട് സെൽ ഓഫ് വന്നു. ഇത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഈ ഒരു ഏരിയക്ക് മുകളിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തത്, കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഏരിയ പിന്നീട് ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഏരിയക്ക് മാർക്കറ്റ് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ നാളെ മാർക്കറ്റിൽ അപ്സൈഡ് പോകേണ്ട മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം 53,000 മുകളിൽ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിലെങ്കിലും ക്ലോസിങ് തന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ അപ്സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതിന് മുമ്പ് വരുന്ന ട്രേഡുകൾ നമ്മൾ ചെയ്യുന്നില്ല. ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഈ ലെവലിൻ്റെ മുകളിൽ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ എപ്പോഴാണോ ക്ലോസ് ചെയ്യുന്നത് അതിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. താഴേക്കാണെങ്കിൽ ഈ 52,699 താഴെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. 52,500 എന്നുള്ള ലെവൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 52,230 വരേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് താഴേക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഗ്യാപ്പപ്പിലോ ചെറിയ ഗ്യാപ്പപ്പിലോ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മേലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് കിട്ടി ക്യാൻഡിൽ ക്ലോസിങ് തരുന്ന റീടെസ്റ്റ് തന്ന് പോവുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. മിക്കവാറും നാളെ ഫ്ലാറ്റ് ആണെങ്കിൽ ഗ്യാപ്പ് ആണെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റിലെ സൈഡ് വൈസ് മാർക്കറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് വലിയ ട്രേഡുകൾ ഒഴിവാക്കിയിട്ടിരിക്കാവും നല്ലത്. നാളെ ഒരു ദിവസം കൂടെ മാർക്കറ്റിനെ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്ത് നോക്കിയിരിക്കുന്നതാവും നല്ലത്. അപ്പം ഇന്ന് സെൻസെക്സും അതേപോലെ നിഫ്റ്റി 50 ആണ്, പിന്നെ അതേപോലെ നിഫ്റ്റി ബാങ്ക് എല്ലാം താഴെ നിന്നുണ്ടായിരുന്നു. ഐടി സെക്ടറിൽ നിങ്ങൾ നോക്കി കാണാൻ പറ്റും. ഇന്ന് മീഡിയ ഒഴികെ എല്ലാ സെക്ടേഴ്സും താഴേക്കാണ് വന്നത്. ഒരു സെക്ടർ പോലും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നാളെ നമ്മൾ ഡൗൺ സൈഡ് ട്രേഡുകൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. ക്യാപ്പപ്പിലേക്കുള്ള അല്ലെങ്കിൽ മേലേക്കുള്ള ട്രേഡുകൾ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പിന്നെ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ അനാലിസിസ് പറയുന്നത് എൻ്റെ വ്യൂ വെച്ച് മാത്രമാണ്.
ഇതിൽ ഞാൻ കാണുന്ന ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാതെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട്, ഞാൻ കാണുന്ന പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രം അനലൈസ് ചെയ്യുന്നതുകൊണ്ട്, കഴിഞ്ഞ ചാർട്ടുകൾ വെച്ചിട്ടാണ് നോക്കാറുള്ളത്. കഴിഞ്ഞ ഡിസംബറിലും ഇതേ സിനാരിയോ ഉണ്ടായിട്ടുള്ളത്. ഒരു മാർക്കറ്റ് മൂവ്മെന്റ് തന്നിട്ടുണ്ട്. അതിനുശേഷം 2 ക്യാൻഡിൽ അല്ലെങ്കിൽ 3 ക്യാൻഡിൽ ഡൗൺ സൈഡ് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മന്ത് എൻഡിൽ ഷാർപ്പ് റിക്കവറി നടത്തിയിട്ടുള്ളതാണ്. മന്തിൽ താഴെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഷാർപ്പ് റിക്കവറി നടത്തിയിട്ടുണ്ട്. അടുത്തൊരു 4-5 ദിവസം റിക്കവറി നടത്തിയതുകൊണ്ട് അതിനുള്ള ഒരു പ്രോബബിലിറ്റി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഡൗൺ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വലിയ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. വലിയ ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ താഴെ വരുന്ന സമയത്ത്, ഏറ്റവും താഴെ ബോട്ടത്തിൽ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, ഞാൻ മേലേക്ക് ചെയ്യുന്ന സമയത്ത് വലിയ ക്വാണ്ടിറ്റി പ്ലാൻ ചെയ്യും. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ വന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, വലിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടാവും, ഏറ്റവും താഴത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, വലിയ ക്വാണ്ടിറ്റിയിൽ ഗ്യാപ്പ് മേലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യും. ഗ്യാപ്പ് അപ്പിലാണ് അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്നാണ് എനിക്ക് ട്രേഡ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും മേലേക്കുള്ള ട്രേഡുകൾ വലിയ രീതിയിൽ പ്ലാൻ ചെയ്യുന്നില്ല. ഫുഡ് സൈഡിക്ക് നോർമലി സാധാരണ ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യും. മേലേക്കാണെങ്കിൽ എന്ത് ചെയ്യും, താഴേന്ന് മേലേക്ക് നല്ല ട്രേഡ് കിട്ടുകയാണെങ്കിൽ മാക്സിമം ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യും. എന്തായാലും ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് കഴിഞ്ഞ ഡിസംബറിലെയും അതിന് മുമ്പത്തെ ഡിസംബറിലെയും ഫസ്റ്റ് ഹാഫിലെ അല്ലെങ്കിൽ ഫസ്റ്റത്തെ 10-12 ദിവസത്തെ ക്യാൻഡിൽസ്, ഡെയിലി ക്യാൻഡിൽസ് നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. എന്താണ് ഇത് പറയാനുള്ള കാരണം എന്നുള്ളത്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ കൂടെ ഇത് ഷെയർ ചെയ്യാം.